കോഴിക്കോട് ഇനി ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരം. യുനെസ്കോയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ട് കണ്ടംകുളം ജൂബിലി ഹാളിൽ വെച്ച് നടന്നു. മുഖ്യ അതിഥിയായിരുന്ന MT വാസുദേവൻ നായർ ചടങ്ങിൽ പങ്കെടുത്തില്ല. വജ്ര ജൂബിലി പുരസ്കാരം മന്ത്രിമാർ MTയുടെ വീട്ടിലെത്തിയാണ് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാത്തത് നേരത്തെ വിവാദമായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം MT വാസുദേവൻ നായർ കൂടി എത്താതായതോടെ പ്രൗഢമാകേണ്ടിയിരുന്ന ചടങ്ങ് വിവാദത്തിലാണ് തുടങ്ങിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് സാഹിത്യനഗര പ്രഖ്യാപനം നടത്തി. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിൻ്റെ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല, കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. സാഹിത്യനഗര പ്രഖ്യാപനത്തിൽ പ്രമുഖർ സന്തോഷം പ്രകടിപ്പിച്ചു. ഞാനിവിടെ 50 കൊല്ലം തികച്ചുപോയി. എന്നെ സാഹിത്യകാരിയാക്കിയതും ഈ നഗരമാണ്. വളരെ സന്തോഷമുണ്ട്. വലിയ എഴുത്തുകാരിവിടെ ഉണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരൻ എന്ന നിലയിൽ വളരെ സന്തോഷം. അഭിമാനകരമായ ഒരു നിമിഷങ്ങളാണ്. നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ കൂടി ജീവിക്കുന്ന ഒരു നഗരം ഇങ്ങനെ ബഹുമാനിക്കപ്പെടുകയല്ലേ. നമ്മുടെ കോഴിക്കോടിന് ഈ സാഹിത്യ നഗര പദവി കിട്ടിയതിൽ വളരെ സന്തോഷം. 4 ഘട്ടങ്ങളായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പൈതൃക നഗരം ലോകത്തിന്റെ പ്രഥമ സ്ഥാനത്തേക്ക് ഉയരും. ബ്രാൻഡിംഗിൽ തുടങ്ങി സാഹിത്യ ആവാസ കേന്ദ്ര നിർമ്മിതി അടക്കമാണ് കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നത്. മാനാഞ്ചിറ ബീച്ച്, കുറ്റിച്ചിറ, തളിക്ഷേത്രം എന്നിവ സാഹിത്യ ആവാസ കേന്ദ്രമാക്കും. വിനോദ വ്യാപാര രംഗത്ത് തിരിച്ചുവരവിനും കുതിപ്പിനും ഒരുങ്ങുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം. റിപ്പോർട്ടർ, കോഴിക്കോട്.